ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ആ പൈസ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് നീക്കി വെച്ചു. അന്നോട്ട് എല്ലാ ദിവസവും ഞാൻ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ച ഉപവാസം എടുത്തു. ആ പൈസ മുഴുവൻ പാവപ്പെട്ടവരെ സഹായിച്ചു തുടങ്ങി. എൻ്റെ ജീവിതം അപ്പാടെ മാറി തുടങ്ങി. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. എല്ലാത്തിനും എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ദേഷ്യമെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പാടെ മാറി ജീവിത വിശുദ്ധീകരണത്തിന് ലഭിച്ചോടെ നിത്യത്തിലേക്ക് എന്ന ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും നന്മയെ മുറുകെ പിടിക്കാനും തിന്മയെ എവർത്ത് ഉപേക്ഷിക്കാനുമുള്ള കൃപ എനിക്ക് കിട്ടി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ പപ്പായ്ക്ക് സോഡിയം കുറഞ്ഞു പോയി, BP ലോ ആയി തുടങ്ങി. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞു പപ്പായി ഇനി തിരിച്ച് കിട്ടത്തില്ല. ഞാൻ പെട്ടെന്ന് ലൈറ്റേക്കാൻ്റെ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. പപ്പായ്ക്ക് 2 ദിവസം പപ്പ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിൽ പപ്പായ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ 2022 ഡിസംബറിൽ ഞാൻ ലീവിന് വന്നു ഇസ്രായേലിൽ ലീവിന് വന്ന് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ നിയോഗം ഞാൻ വെച്ചത്, ഞങ്ങളുടെ സ്ഥലം ഒരുപാട് വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് വിറ്റുപോകാതെ കിടക്കുമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലമെല്ലാം വിറ്റുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് 45 ദിവസത്തെ ലീവിനായിരുന്നു വന്ന് ഞാൻ തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിക്കൊച്ചിന് 10 വയസ്സുണ്ട്. അവന് എന്നെ കാണാതെ ഫുഡ് കഴിക്കുന്നില്ല, ഭയങ്കര കരച്ചിൽ, സ്കൂളിൽ പോകുന്നില്ല, ഭയങ്കര കരച്ചിൽ. ആ നിലവിളി എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലെത്തി. അപ്പം വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ് നിർത്തി നാട്ടിൽ പോര്, എന്നിട്ട് നമുക്ക് ഞാനൊരു നേഴ്സാണ്, അപ്പോൾ OET നമുക്ക് ട്രൈ ചെയ്യാം, നീ പോരാൻ പറഞ്ഞു. അപ്പം 2001 ഞാൻ പഠിച്ചിറങ്ങിയതാണ് നേഴ്സിംഗ്. അപ്പോൾ എനിക്ക് OET എഴുതാമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. 4.5 വർഷം ഇസ്രായേലിൽ ജോലി ചെയ്തെങ്കിലും ഞാൻ ഹോം കെയർ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ടച്ച് എനിക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ അമ്മ മാതാവും ഈശോപ്പായി എൻ്റെ കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ ഞാൻ OET പഠിച്ചു തുടങ്ങി. 2023 മെയ്യിൽ ഞാൻ തിരിച്ച് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നിട്ട് ഞാൻ OET എഴുതി. എനിക്ക് B സ്കോർ തന്ന് എൻ്റെ അമ്മ മാതാവും ഈശോപ്പായി അനുഗ്രഹിച്ചു. അടുത്തത് CBT എനിക്ക് A സ്കോർ, എനിക്ക് കണക്കിന് ഞാൻ തീരെ പുറകാട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ. അപ്പോൾ CBTയിലെ A പാർട്ട് മുഴുവൻ കാൽക്കുലേഷനാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്കിത് തീരെ പറ്റത്തില്ല, എനിക്ക് കാൽക്കുലേഷനൊന്നും എനിക്ക് പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല. എൻ്റെ ഈശോപ്പായുടെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ CBT പാസ്സാകത്തുള്ളൂ. ഞാൻ CBTക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അമ്മ മാതാവിന് പറഞ്ഞു, അമ്മ മാതാവ് ഞാൻ ആരോടും പറയുന്നില്ല CBT ഡേറ്റ് എടുത്ത കാര്യം, ഞാൻ എക്സാം എഴുതുന്ന കാര്യവും. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഇവിടെ എക്സാം കഴിഞ്ഞ് ഞാൻ ഇതുവഴി വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജൂലൈ 21 ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി കഴിഞ്ഞ്